നമസ്കാരം. തമിഴ് സ്പീച്ച് ടിപ്സിൻ്റെ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. കേരള ഫാക്ട്സ്, കേരള ഹിസ്റ്ററിയുടെ ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ് ആണ് പഠിക്കാനുള്ളത്. അതിൻ്റെ വിശകലനം നമുക്ക് ചെയ്ത് നോക്കാം, ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് വൺ, കുളച്ചൽ യുദ്ധം 1741 ഓഗസ്റ്റ് 10 കുളച്ചൽ യുദ്ധം നടക്കുന്നത് 1741 ഓഗസ്റ്റ് 10. അതായത് മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ പരാജയപ്പെടുത്തിയ യുദ്ധമാണിത്. കുളച്ചൽ യുദ്ധം, മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ പരാജയപ്പെടുത്തിയ യുദ്ധമാണ് കുളച്ചൽ യുദ്ധം എന്ന് പറയുന്നത്, അല്ലേ? മാർത്താണ്ഡവർമ്മയ്ക്ക് മുൻപിൽ കീഴടങ്ങിയ ഡച്ച് സൈന്യാധിപൻ ആരായിരുന്നു? ഡിലനോയി ആയിരുന്നു മാർത്താണ്ഡവർമ്മയ്ക്ക് മുൻപിൽ കീഴടങ്ങിയ ഡച്ച് സൈന്യാധിപൻ എന്ന് പറയുന്നത്, ഡിലനോയി, അല്ലേ? വലിയ കപ്പിത്താൻ എന്നാണ് ഡിലനോയിയെ അറിയപ്പെടുക. വലിയ കപ്പിത്താൻ എന്നാണ് ഡിലനോയിയെ അറിയപ്പെടുക. ഓക്കെ. തൃപ്പടിദാനം നടത്തിയ രാജാവ്, അല്ലേ? ഭരണാധികാരി ആരായിരുന്നു? മാർത്താണ്ഡവർമ്മ തന്നെയാണ്. തൃപ്പടിദാനം നടത്തിയ ഭരണാധികാരി ആരാണ്? മാർത്താണ്ഡവർമ്മയാണ്. തൃപ്പടിദാനം നടത്തിയ ഭരണാധികാരി മാർത്താണ്ഡവർമ്മ. 1750 ജനുവരി 3 തൃപ്പടിദാനം എന്ന് പറയുന്നത്. അടുത്തത് ചാനാർ കലാപം 1859 നടന്നതാണെന്ത്? ചാനാർ കലാപം. 1859 ചാനാർ കലാപം നടക്കുക. എന്തിനു വേണ്ടിയായിരുന്നു അത്? ചാനാർ സമുദായത്തിലെ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള അവകാശത്തിന് വേണ്ടി തിരുവിതാംകൂറിൽ നടന്ന സമരമാണെന്ത്? ചാനാർ കലാപം. ചാനാർ സമുദായത്തിലെ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള അവകാശത്തിനായി തിരുവിതാംകൂറിൽ നടന്ന സമരമാണെന്ത്? ചാനാർ കലാപം. അതിൻ്റെ മറ്റൊരു പേരെന്താണ്? മേൽമുണ്ട് സമരം എന്ന് അറിയപ്പെടില്ലേ? മാറുമറയ്ക്കാൻ മേൽമുണ്ട് സമരം എന്നാണ് അറിയപ്പെടുക. മേൽമുണ്ടാണ്, അല്ലേ? അപ്പോൾ അങ്ങനെ ചാനാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള അനുവാദം നൽകിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ച രാജാവ് ആരായിരുന്നു? ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ. ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ. ഓക്കെ, ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയായിരുന്നു. ഓക്കെ, അപ്പോൾ അതിനകത്ത് 1859 വർഷം എപ്പോഴും ചോദിക്കുന്നുണ്ട്. മേൽമുണ്ട് സമരമുണ്ട്, അതുപോലെ തന്നെ ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയും ഓർത്തിരിക്കുക. നെക്സ്റ്റ് വൺ, അഞ്ചുതെങ്ങ് കലാപം. അഞ്ചുതെങ്ങ് കലാപം 1697 അഞ്ചുതെങ്ങ് കലാപം അരങ്ങേറുക. 1600 അഞ്ചുതെങ്ങ് 56. ഓക്കെ, 1697 അഞ്ചുതെങ്ങ് കലാപം ഉണ്ടാകുന്നത്, അല്ലേ? എന്ന് പറയുമ്പോൾ എന്താണ് അതിൻ്റെ കാരണം? കുരുമുളകിൻ്റെ വ്യാപാര കുത്തുക ബ്രിട്ടീഷുകാർ സ്വന്തമാക്കിയതാണ് അഞ്ചുതെങ്ങ് കലാപം പൊട്ടിപ്പുറപ്പെടാൻ ഇടയാക്കിയ സംഭവം. 1697 അഞ്ചുതെങ്ങ് കലാപം നടക്കുന്നത്. ഇനി അതായത് ഈ അഞ്ചുതെങ്ങ് കോട്ട പണിയാൻ ബ്രിട്ടീഷുകാർക്ക് പക്ഷേ അനുവാദം കൊടുത്ത ഒരാളുണ്ട്, ആറ്റിങ്ങൽ റാണിയാണ്. അഞ്ചുതെങ്ങിൽ കോട്ട പണിയാൻ ബ്രിട്ടീഷുകാർക്ക് അനുവാദം കൊടുത്തത് ആരാണ്? ആറ്റിങ്ങൽ റാണിയാണ്. അതിനുശേഷം പശ്ചിമതീരത്ത് ബ്രിട്ടീഷുകാരുടെ ഏറ്റവും പ്രധാന സൈനിക കേന്ദ്രമാരാണ്? അഞ്ചുതെങ്ങ് ആയിരുന്നു. ഓക്കെ, അഞ്ചുതെങ്ങ് ആയിരുന്നു. അടുത്ത കലാപമാണേത്? ആറ്റിങ്ങൽ കലാപം. ആറ്റിങ്ങൽ കലാപം എന്നറിയപ്പെടുക. വർഷം ഏതാണ്? 1721 ഏപ്രിൽ 10 ആറ്റിങ്ങൽ കലാപം. 1721 ഏപ്രിൽ 10 ആറ്റിങ്ങൽ കലാപം എന്ന് പറഞ്ഞാൽ, അല്ലേ? അത് കേരളത്തിൽ ബ്രിട്ടീഷുകാരുടെ ആധിപത്യത്തിന് എതിരായിട്ട് വന്ന ആദ്യത്തെ സംഘടിത കലാപമാണെന്ത്? ആറ്റിങ്ങൽ കലാപം. ആദ്യത്തെ സംഘടിത കലാപം, ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള ആദ്യത്തെ സംഘടിത, ആ വാക്ക് ഓർക്കുക, സംഘടിത കലാപമാണെന്ത്? ആറ്റിങ്ങൽ കലാപം. വർഷം ഏതാണ്? 1721 ഏപ്രിൽ 15. ഏപ്രിൽ 15. ഓക്കെ, ഏപ്രിൽ 15. ഇവിടെ ആറ്റിങ്ങൽ കലാപത്തിൽ വധിക്കപ്പെട്ട ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനൊരാളുണ്ട്, ഗിഫോർഡ് എന്ന് പറയാം. ഇതിന് ശേഷം ഒരു ഉടമ്പടിയോടുകൂടി യുദ്ധം അവസാനം ചെയ്ത ഉടമ്പടിയാണത് വേണാട് ഉടമ്പടി എന്നാണ് പറയുക, അല്ലേ? അതിൻ്റെ വർഷം 1723. അപ്പോൾ അത്രയേ ഉണ്ടായിരുന്നുള്ളൂ. നെക്സ്റ്റ് കുറിച്യർ ലഹളയാണ്. കുറിച്യർ ലഹള എപ്പോഴും ചോദിക്കുന്ന ചോദ്യം, അല്ലേ? 1812 കുറിച്യർ ലഹള. 1812 കുറിച്യർ 12 ലഹള, അല്ലേ?
എന്താണ് കുറിച്യർ ലഹള? ബ്രിട്ടീഷുകാർ വയനാട്ടിൽ മേധാവിത്വം ഉറപ്പിക്കുന്നതിനെതിരെ അവിടെയുള്ള ആദിവാസി വിഭാഗം നടത്തിയ ലഹളയാണെന്ത്? കുറിച്യർ ലഹള. ബ്രിട്ടീഷുകാർ വയനാട്ടിൽ അങ്ങനെ അവിടെ ആധിപത്യം സ്ഥാപിക്കേണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെയുള്ള ആദിവാസി സമൂഹം നടത്തിയ ലഹളയാണെന്ത്? കുറിച്യർ ലഹള എന്ന് പറഞ്ഞത് അല്ലേ. ഇതിന് നേതൃത്വം കൊടുത്ത ആരാണ്? രാമനമ്പി അല്ലേ. ചോദിക്കുന്ന ക്വസ്റ്റ്യൻ രാമനമ്പിയാണ് ഇതിന് നേതൃത്വം കൊടുക്കുക. ഓക്കെ. അപ്പോൾ ദക്ഷിണേന്ത്യയിൽ നടന്ന ഏക ഗിരിവർഗ കലാപമാണ്, ദക്ഷിണേന്ത്യയിലെ ഏക ഗിരിവർഗ കലാപം ഏത് തന്നെയാണ്? കുറിച്യർ ലഹളയാണ്. ഓക്കെ. അപ്പോൾ എന്തുകൊണ്ടാണ് കുറിച്യർ ലഹളയിൽ എന്തുകൊണ്ട് ഈ കലാപം പൊട്ടിപ്പുറപ്പെട്ടു? നികുതി എന്ന് ഓർത്തിരിക്കുക ആദ്യം അല്ലേ. നികുതി എന്ന് ഓർത്തിരിക്കുക. കുറിച്യർ ലഹളയിൽ കൊണ്ടാകുന്ന നികുതി, എന്ത് നികുതിയൊക്കെയാണ്? ഒന്ന്, ബ്രിട്ടീഷുകാർ അധികം നികുതി ചുമത്തി ഒന്നത്. അടുത്തത്, നികുതി പണമായി അടയ്ക്കാൻ നിർബന്ധിച്ചു. അടുത്തത്, നികുതി അടയ്ക്കാൻ കഴിയാത്തവരുടെ കൃഷിഭൂമി ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തു. ഇതെല്ലാം കുറിച്യർ ലഹള ഉണ്ടാകാൻ ഈ ആദിവാസികളെ പ്രേരിപ്പിച്ചു. ഓക്കെ. നെക്സ്റ്റ്, ഇതിൻ്റെ ഒരു മുദ്രാവാക്യമുണ്ട്. കുറിച്യർ ലഹള 1912 മുദ്രാവാക്യമുണ്ട്. എന്താണത്? വട്ടത്തൊപ്പിക്കാരെ നാട്ടിൽ നിന്നും മോചിപ്പിക്കുക, പുറത്താക്കുക അല്ലേ. വട്ടത്തൊപ്പിക്കാരെ നാട്ടിൽ നിന്നും പുറത്താക്കുക എന്നാണ് അതിൻ്റെ ഒരു മുദ്രാവാക്യം. ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്, മുദ്രാവാക്യം തന്നെ. ഓക്കെ. നെക്സ്റ്റ്, മലബാർ കലാപം. മലബാർ കലാപം 1921 മലബാർ കലാപം എന്ന് പറയാം. 1921 മലബാർ കലാപം പറയാം. ഇവിടെ നോക്കണം, 1836 മുതൽ അവിടെ മലബാറിൽ മാപ്പിള കലാപങ്ങൾ എന്ന് പറഞ്ഞിട്ട് കുറേയധികം കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടു. അങ്ങനെയുണ്ടായ കലാപങ്ങളെക്കുറിച്ചൊക്കെ അന്വേഷിക്കാനായിട്ട് ബ്രിട്ടീഷ് ഗവൺമെൻറ് ഒരാളെ നിയമിച്ചു, ഒരു കമ്മീഷനെ നിയമിച്ചു. ആ കമ്മീഷൻ്റെ പേരെന്തായിരുന്നു? ലോഗൻ കമ്മീഷൻ എന്ന് പറയുന്നു. ലോഗൻ കമ്മീഷൻ എന്ന് പറയുന്നു അല്ലേ. അപ്പോൾ ലോഗൻ കമ്മീഷൻ, അപ്പോൾ അദ്ദേഹത്തിൻ്റെ മലബാർ മാലിൽ നിന്നൊരു ഗ്രന്ഥമുണ്ട് അവിടെ. ഏതാണ് എഴുതിയ ആരാണത്? വില്യം ലോഗൻ എന്ന് പറയും. അപ്പോൾ നോക്കുക, ഈ മാപ്പിള കലാപങ്ങൾ വന്നപ്പോഴത്തേക്കിനും നേരത്തെ പറഞ്ഞു 36 മുതൽ തുടർച്ചയായി കലാപങ്ങൾ ഉണ്ടാകുന്നു മലബാറിൽ അല്ലേ. അപ്പോൾ വരുമ്പോഴത്തേക്കിനും ഈ മാപ്പിള കലാപങ്ങൾ തുടർച്ചയായിട്ട് 1921 നടന്ന കലാപമാണെന്ത്? മലബാർ കലാപം. മലബാർ കലാപത്തിൽ വർഷം അപ്പോൾ ഏതാണ്? 21 അല്ലേ. പക്ഷേങ്കിൽ അവിടെ 1936 മുതൽ മലബാറിൽ മാപ്പിള കലാപം ഇങ്ങനെ വന്നുകൊണ്ടേയിരുന്നു അല്ലേ. അപ്പോൾ അന്വേഷിച്ച കമ്മീഷൻ ലോഗൻ കമ്മീഷനാണ്. വില്യം ലോഗനെ ഓർക്കാം, അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥം മലബാർ മാലിൽ നിന്നും ഓർക്കാം. അപ്പോൾ ഈ 21 യുദ്ധം അല്ലേ, ആ കലാപം ആരംഭിച്ച സ്ഥലം എവിടെയാണ്? പൂക്കോട്ടൂറാണ്. പൂക്കോട്ടൂർ എന്ന സ്ഥലത്താണ് മലബാർ കലാപം 21 മലബാർ കലാപം ആരംഭിച്ച് അല്ലേ. അത് പൂക്കോട്ടൂർ എന്ന സ്ഥലത്താണ് അത് ആരംഭിക്കുക. അതുകൊണ്ട് പൂക്കോട്ടൂർ നമ്മൾ എന്തിനു പേര് അറിയപ്പെടുന്നു? മലബാർ ലഹള എന്നറിയപ്പെടുന്നുണ്ട്. പൂക്കോട്ടൂർ യുദ്ധം മലബാർ ലഹള എന്നും അറിയപ്പെടുന്നുണ്ട്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, സവർണ ജാഥ 1924 നവംബർ 1 അല്ലേ. സവർണ ജാഥ എന്താണ്? വൈക്കം സത്യാഗ്രഹത്തിനോട് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് നടന്ന ജാഥയാണെന്ത്? സവർണ ജാഥ. വൈക്കം സത്യാഗ്രഹം എന്താണ്? അതെന്തായിരുന്നു? അതായത് ഈ സവർണ ജാഥയ്ക്ക് ശേഷമാണ് എന്ത് കിട്ടുക? വൈക്കം ക്ഷേത്രത്തിലേക്കുള്ള ചുറ്റുമുള്ള പൊതുനിരത്തിലൂടെ യാത്രക്കാർക്ക്, സവർണ ജാതിക്കാർക്കൊക്കെ യാത്ര ചെയ്യാനുള്ള അനുവാദം ലഭിച്ചതല്ലേ. ഈ സവർണജാഥ കൊണ്ടുവന്ന ആരാണ്? നേതൃത്വം കൊടുത്ത ആരാണ്? എപ്പോഴും ചോദിക്കാറാണിത്. മന്നത്ത് പത്മനാഭനാണ് അല്ലേ. അപ്പോൾ സവർണജാഥയ്ക്ക് നേതൃത്വം കൊടുത്താരാണ്? മന്നത്ത് പത്മനാഭൻ അല്ലേ. അപ്പോൾ പറയാം, ഈ വൈക്കം സത്യാഗ്രഹം ശരിക്കും എന്തായിരുന്നു? അത് നടന്നത് എന്നാണ്? 1924 നവംബർ 30 നടക്കുന്നുണ്ടത് അല്ലേ. അപ്പോൾ ഇത് വൈക്കം മഹാദേവ ക്ഷേത്രത്തിനോടനുബന്ധിച്ചാണ് എന്ത് നടക്കുക? സത്യാഗ്രഹം നടക്കുക എന്ന് പറഞ്ഞാൽ അവർണ ജാതിക്കാർക്ക് അല്ലെങ്കിൽ അവർക്കൊക്കെ വൈക്കം ക്ഷേത്രത്തിനും ചുറ്റുമുള്ള അവിടെ സ്ഥലങ്ങളിൽ കൂടെയൊക്കെ ഇറങ്ങി നടക്കുവാനുള്ള അവകാശം അല്ലേ, അതിനുവേണ്ടിയായിരുന്നു സത്യാഗ്രഹം നടക്കുക. അപ്പോൾ അങ്ങനെ സവർണജാഥ നടത്തിയ ആരായിരുന്നു? മന്നത്ത് പത്മനാഭൻ നടത്തിയിട്ടുണ്ടായിരുന്നു അല്ലേ. അങ്ങനെ അവർക്ക് അതിൽ കൂടി നടക്കാനുള്ള അവകാശം ലഭിച്ചു. അത് പോട്ടെ. ഇനി അങ്ങനെ ഇത് ഓർഡറായി കൊടുത്തതാരാണ്? അല്ലെങ്കിൽ വൈക്കം ക്ഷേത്രത്തിലൂടെയുള്ള എല്ലാ വഴികളും അല്ലേ, അങ്ങോട്ടുള്ള എല്ലാ വഴികളിലൂടെയും എല്ലാവർക്കും, അവർണർക്കും സവർണർക്കും എല്ലാം തുറന്നു കൊടുക്കണമെന്ന് ഒരു നിവേദനം കൊണ്ട് കൊടുത്തു. ആർക്കാണത്? മഹാറാണി സതിലക്ഷ്മി ഭായിക്കാണ്
കൊടുത്തത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഇതെങ്ങനെ എപ്പോൾ അവസാനിപ്പിച്ചു? 25 നവംബർ 23 വൈക്കം അവസാനിക്കുക അല്ലേ. തുടങ്ങുന്നത് 1924 മാർച്ച് 30 തുടങ്ങി അല്ലേ, 30 തുടങ്ങി. പക്ഷെ അവസാനിക്കുക എന്താണ്? 1925 നവംബർ 23 അവസാനിക്കുക. ഓക്കെ, സവർണജാഥ ഡേറ്റ് പക്ഷേ എന്നാണ്? 1924 നവംബർ 1 മന്നത്ത് പത്മനാഭൻ സവർണജാഥ സംഘടിപ്പിക്കുക. അവർണർക്കും ക്ഷേത്രത്തിൻ്റെ ചുറ്റുമുള്ള സ്ഥലങ്ങളിൽ കൂടെ ഒക്കെ നടക്കാൻ അവകാശം കൊടുക്കണം. അതാണ് സവർണ ജാഥ എന്ന് നമ്മൾ ഉദ്ദേശിക്കുക. നെക്സ്റ്റ് വരുന്നത് ആറ്റം കണ്ടുപിടിച്ചടക്കുക എന്നാണ്. ഓക്കെ, നോക്കിയേക്കാം ഇല്ലേ. ആറ്റം കണ്ടുപിടിച്ച ജോൺ ഡാൾട്ടനാണ്. ഇലക്ട്രോൺ ജെ തോംസൺ, ന്യൂട്രോൺ ജെയിംസ് ചാഡ്വിക്ക്, പ്രോട്ടോൺ ആൻഡ് ന്യൂട്രോൺ കണ്ടുപിടിച്ചവരാണ് ഏണസ്റ്റ് റദർഫോർഡാണ്. അടുത്തത് ഇലക്ട്രോൺ ചാർജിൻ്റെ മൂല്യം കണ്ടുപിടിക്കുന്നവരാണ് RS മില്ലിക്കനാണ്. ആധുനിക ആറ്റം മാതൃക നീൽസ് ബോർ, പ്ലം ബുഡി മാതൃക ജെ തോംസൺ, സ്ഥിരാനുപാത നിയമം ജോസഫ് പ്രിസ്റ്റിലി. അടുത്തെന്താണെന്ന് നോക്കാം. നെക്സ്റ്റ് നദികളെക്കുറിച്ചാണ് അല്ലേ. ഇവിടെ നോക്കിക്കോണം. കേരളത്തിലെ നദികളുടെ എണ്ണം എത്രയാണ്? 44 കേരളത്തിലെ നദികളുടെ എണ്ണം അല്ലേ. എത്ര എണ്ണം പടിഞ്ഞാറോട്ട് പോകുന്നുണ്ട്? 41 പടിഞ്ഞാറോട്ടും 3 കിഴക്കോട്ടും ഒഴുകുന്നു അല്ലേ. കിഴക്കോട്ട് പോകുന്നവരാരൊക്കെയാണ്? കബനി, ഭവാനി, പാമ്പാർ എന്നിവയാണെന്ത് കിഴക്കോട്ട് പോകുന്ന 3 നദികളിൽ വരുന്നല്ലേ. ഈ കബനിയും ഭവാനിയും പാമ്പാറും ആരുടെ പോഷക നദിയാണ്? കബനിയും ഭവാനിയും പാമ്പാറും ആരുടെ പോഷക നദിയാണ്? കാവേരി നദിയുടെ പോഷക നദികളാണ് കബനി, ഭവാനി, പാമ്പാർ എന്നിവ അല്ലേ. ഈ കബനി പക്ഷേ എന്താണ്? വയനാട് ജില്ല ഉത്ഭവിച്ചിട്ട് കർണാടകത്തിലേക്ക് ഒഴുകുന്ന നദിയാണെന്ത്? കബനി. നമ്മുടെ കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്നവയിൽ ഏറ്റവും നീളം കൂടിയത് ആർക്കാണ്? കബനിക്കാണ്. 58 കിലോമീറ്റർ അല്ലേ. കബനിയിൽ വേറെന്തൊക്കെയുണ്ട്? കുർവാദ്വീപുണ്ട്, ബാണാസുര സാഗർ ഡാമുണ്ട്. കബനിയിൽ കുർവാദ്വീപുണ്ട്, ബാണാസുര സാഗർ ഡാമുണ്ട്. ഓക്കെ, ഇനി എന്നാൽ ഈ ഏറ്റവും എന്താ പറയുക, ഭവാനി പോകുന്ന വഴിയാണ്? ഭവാനി പോകുന്നത് പാലക്കാട് വഴിയാണ്. ഭവാനി പാലക്കാടാണല്ലേ. പാലക്കാട് ഓർക്കാം. അപ്പോൾ അങ്ങനെ തമിഴ്നാട്ടിലേക്ക് ഒഴുകുന്ന കേരള നദികൾ ഏതൊക്കെയാണ്? തമിഴ്നാട്ടിലേക്ക് പോകുന്ന ആരൊക്കെയാണ്? ഭവാനിയും പാമ്പാറും തമിഴ്നാട്ടിലേക്ക് പോവാം, കബനിയോ കർണാടകത്തിലേക്കാണ് പോവാം. ഓക്കെ, ഇനിയും പാമ്പാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞ ആരാണ്? ചെറുതാണ്. നമ്മുടെ കേരളത്തിലെ കിഴക്കോട്ടൊഴുകുന്ന നദികളിൽ ഏറ്റവും ചെറുതാണ് ആര്? പാമ്പാർ. വലുത് കബനിയാണെങ്കിൽ ചെറുത് പാമ്പാറാണ്. പാമ്പാറിലെ വെള്ളച്ചാട്ടത്തിൻ്റെ പേരെന്താണ്? തൂവാനം വെള്ളച്ചാട്ടം. പാമ്പാർ തൂവാനം വെള്ളച്ചാട്ടം. ജില്ല ഇടുക്കിയാണ്. പാമ്പാർ എന്ന് പറയുമ്പോൾ ചെറുതാണ്, കിഴക്കോട്ട് പോകുന്നതിൽ ചെറുതാണ്. തൂവാനം വെള്ളച്ചാട്ടം. പിന്നെ ഇടുക്കി ജില്ലയുണ്ട് അല്ലേ. അവിടെ മറയൂർ ചിന്നാർ വന്യജീവി സങ്കേതമൊക്കെ ഉണ്ട്. മറയൂർ ചിന്നാർ വന്യജീവി സങ്കേതമൊക്കെ എവിടെയാണ്? പാമ്പാറിലാണ്. ഇനി അടുത്ത പോട്ടെ. ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? പെരിയാറാണ് അല്ലേ. 244 കിലോമീറ്ററാണ് അതിൻ്റെ നീളം. ഇനി ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന നദി ആരാണ്? പെരിയാറാണ്. ഏറ്റവും കൂടുതൽ അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്ന നദി ആര് തന്നെയാണ്? പെരിയാറാണ്. ഇനി പെരിയാറിൻ്റെ പോഷക നദികൾ ആരൊക്കെയാണ്? പെരിയാർ പോഷകങ്ങൾ അല്ലേ. ആരൊക്കെയാണ്? മുല്ലയാറ്, മുതിരപ്പുഴ, ചെറുതോണിയാർ അല്ലേ. പെരിയാറിൻ്റെ പോഷകം കുഞ്ഞുങ്ങൾ ആരൊക്കെയാണ്? മുല്ലയാറും മുതിരപ്പുഴയും ചെറുതോണിയുമാണ് പെരിയാറിൻ്റെ പോഷക നദികൾ എന്ന് പറയുന്നത്. അടുത്ത നോക്കാം. അത് കേരള ഫാക്ട്സ് തന്നെയാണ്. ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിച്ചതെന്നാണ് ഗുരുവായൂർ സത്യാഗ്രഹം അല്ലേ. 1931 നവംബർ 1 ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിക്കുക. ഗുരുവായൂർ സത്യാഗ്രഹം അല്ലേ. 1931, 32 എന്താണ്? ഗുരുവായൂർ സത്യാഗ്രഹം തന്നെയാണ്. 31 to 32 വരുന്നത് കഷ്ടം അല്ലേ. ആരംഭിക്കുന്ന എന്നാണ്? 1931 നവംബർ 1 ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിക്കുക. ഓക്കെ, അപ്പോൾ അതറിയാമല്ലോ. ഇതിൻ്റെ നേതൃത്വം കൊടുത്ത ആരാണ്? ഗുരുവായൂർ നേതൃത്വം കൊടുത്ത ആരാണ്? കെ കേളപ്പൻ അല്ലേ. അതറിയാതെ പോകണ്ട. കെ കേളപ്പനാണ് ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തില്ലേ. എൻ്റെ വോളണ്ടറി ക്യാപ്റ്റൻ ആരാണ്? AKG. വോളണ്ടറി ക്യാപ്റ്റൻ AKG ആണ്. നമുക്ക് എപ്പോഴും അറിയാവുന്ന ക്വസ്റ്റ്യൻസ് ആണ് അതൊക്കെ. നെക്സ്റ്റ് വൺ, നിവർത്തന പ്രക്ഷോഭം 1932. നിവർത്തന പ്രക്ഷോഭം 32 നിവർത്തന പ്രക്ഷോഭം. അതെന്താണ് ശരിക്കും? അതായത് സർക്കാർ ഉദ്യോഗങ്ങളിലും നിയമസഭയിലും ജനസംഖ്യാനുപാതികമായി സംവരണം വേണമെന്നാവശ്യപ്പെട്ട് ക്രിസ്ത്യൻ, മുസ്ലിം, ഈഴവ സമുദായക്കാർ കൊടുത്ത അല്ലെങ്കിൽ ആരംഭിച്ച പ്രക്ഷോഭമാണെന്ത്? ക്രിസ്ത്യൻ, മുസ്ലിം, ഈഴവ സമുദായക്കാർ ആരംഭിച്ച പ്രക്ഷോഭമാണെന്ത്? നിവർത്തന പ്രക്ഷോഭം 32. ഓക്കെ,
PC രൂപീകരിക്കാൻ കാരണമായതാരാണ്? നിവർത്തന പ്രക്ഷോഭമാണ് അല്ലേ. അതായത് കേരളത്തിൽ സാമുദായിക സംവരണം ലഭിക്കുന്നതിന് കാരണം പ്രക്ഷോഭം ഇത് തന്നെയാണ്, നിവർത്തന പ്രക്ഷോഭമാണ്. ഇതൊക്കെ ചോദ്യം വന്നിട്ടുള്ളതാണ്. അതിൻ്റെ നേതാക്കൾ ആരൊക്കെയാണ്? നിവർത്തനത്തിൻ്റെ നേതാക്കൾ ആരൊക്കെയാണ്? അതായത് സി കേശവൻ, TM വർഗീസ്, NB ജോസഫ്, PK കുഞ്ഞ്. സി കേശവൻ, TM വർഗീസ്, NB ജോസഫ്, PK കുഞ്ഞ് എന്നിവരാണ് നിവർത്തന പ്രക്ഷോഭത്തിൻ്റെ നേതാക്കൾ. അടുത്ത വൈദ്യുതി പ്രക്ഷോഭം എപ്പോഴും ചോദിക്കുക അല്ലേ. 1936 വൈദ്യുതി പ്രക്ഷോഭം, അല്ലെങ്കിൽ എന്ത് പറയാം, ഇലക്ട്രിസിറ്റി സമരം എന്നാണ് പറയാം. തൃശ്ശൂരിൽ വൈദ്യുതി വിതരണം നടത്തുന്നതിന് ഒരു സ്വകാര്യ കമ്പനിക്ക് അനുവാദം നൽകിയ ദിവാൻ ഷൺമുഖം ചെട്ടിക്കെതിരായി നടത്തിയ പ്രക്ഷോഭമാണെന്ത്? വൈദ്യുതി പ്രക്ഷോഭം എന്ന് പറഞ്ഞത് അല്ലേ. ശരിയല്ലേ. നെക്സ്റ്റ്, തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് രൂപീകൃതമായ വർഷം ഏതാണ്? തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് അത് എന്നാണിത്? 1938. നെക്സ്റ്റ്, കൊച്ചി രാജ്യ പ്രജാമണ്ഡലം രൂപീകൃത വർഷം. കൊച്ചി രാജ്യ പ്രജാമണ്ഡലം രൂപീകൃതമായതെന്നാണ്? അത് 1941. അതായത് അതിൻ്റെ സ്ഥാപകർ ആരൊക്കെയായിരുന്നു? എസ് നീലകണ്ഠൻ അല്ലേ. എസ് നീലകണ്ഠൻ എന്ന് പറയും. അതുപോലെ എസ് നീലകണ്ഠനും അതുപോലെ VR കൃഷ്ണൻ എഴുത്തച്ഛനും കൂടിയാണ്. എസ് നീലകണ്ഠനും VR കൃഷ്ണൻ എഴുത്തച്ഛനുമാണ്. നീലകണ്ഠനും കൃഷ്ണൻ എഴുത്തച്ഛനുമാണ് കൊച്ചി രാജ്യ പ്രജാമണ്ഡലത്തിൻ്റെ സ്ഥാപകർ എന്ന് പറയുക. സ്ഥാപകർ അവരാണ് അല്ലേ. 41. ഇനി കയ്യൂർ സമരം എന്ന് തന്നെയാണ് 1941 കയ്യൂർ സമരം. അതായത് കയ്യൂരിലെ കർഷക സംഘങ്ങൾ ജന്മിത്തത്തിനെതിരെ നടത്തിയ സമരമാണെന്ത്? കയ്യൂർ സമരം അല്ലേ. ജില്ല ഏതാണ് കയ്യൂർ സമരത്തിൻ്റെത്? കാസർഗോഡ് ജില്ലയാണ് അല്ലേ. കാസർഗോഡ് ജില്ലയാണ്. ഇനി നമ്മുടെ 42 നമുക്കറിയാം, ക്വിറ്റ് ഇന്ത്യ സമരം അല്ലേ. 42 ക്വിറ്റ് ഇന്ത്യ സമരമാണ്. നെക്സ്റ്റ്, പുന്നപ്ര വയലാർ സമരം 1946. അതിൻ്റെ മറ്റൊരു പേരാണെന്ത്? അമേരിക്കൻ മോഡൽ അല്ലേ. ഭരണം അമേരിക്കൻ മോഡൽ. അതായത് പൗരസ്വാതന്ത്ര്യത്തിനും ജനകീയ ഭരണത്തിനും വേണ്ടി തൊഴിലാളികൾ നടത്തിയ സമരമാണെന്ത്? പുന്നപ്ര വയലാർ സമരം. പൗരസ്വാതന്ത്ര്യം, ആ പേര് ഓർത്ത് വെച്ചേക്കുക. പൗരസ്വാതന്ത്ര്യത്തിനും ജനകീയ ഭരണത്തിനും വേണ്ടി തൊഴിലാളികൾ നടത്തിയ സമരമാണെന്ത്? പുന്നപ്ര വയലാർ സമരം. തുലാമ്പത്ത് സമരമെന്നും ഇതിനെ അറിയപ്പെടുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ അമേരിക്കൻ മോഡൽ ഭരണപരിഷ്കാരം നടത്തിയ ദിവാൻ ആരാണ്? സർ CP രാമസ്വാമി അയ്യരാണ്. അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്ന മുദ്രാവാക്യം ആരുടെയാണ്? ഈ പുന്നപ്ര വയലാർ സമരത്തിൻ്റെയാണ്. അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്ന മുദ്രാവാക്യം പുന്നപ്ര വയലാർ സമരത്തിൻ്റെ മുദ്രാവാക്യമാണ്. ഓർത്തിരിക്കുക. വർഷം 46. തുലാമ്പത്ത് സമരം. നെക്സ്റ്റ്, കേരള സംസ്ഥാനം രൂപീകൃത വർഷം ഏതാണ്? 1956 നവംബർ 1. 1956 നവംബർ 1 ആ വർഷം. ഇനി സത്യാഗ്രഹങ്ങളെക്കുറിച്ചാണ്. ഗാന്ധിജിയുടെ ഒന്നാമത്തേത് പറയാം, ചമ്പാരൻ സത്യാഗ്രഹം. 1917 ചമ്പാരൻ സത്യാഗ്രഹം. ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹമാണെന്ത്? ചമ്പാരൻ സത്യാഗ്രഹം. ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹമാണെന്ത്? ചമ്പാരൻ സത്യാഗ്രഹം അല്ലേ. ചമ്പാരൻ സത്യാഗ്രഹം. ചമ്പാരൻ എന്ന് പറയുന്ന സ്ഥലം ഏതാണ്? ചമ്പാരൻ സ്ഥലം ഏതാണത്? ബീഹാർ അല്ലേ. ബീഹാറാണ് ചമ്പാരൻ. ബീഹാർ. നെക്സ്റ്റ്, അതായത് ഗാന്ധിജി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ സജീവമാകാൻ കാരണമായ സത്യാഗ്രഹം ആരാണ്? ചമ്പാരൻ സത്യാഗ്രഹമാണ്. വർഷം ഓർത്തിരിക്കുക 17. ഓക്കെ. നെക്സ്റ്റ്, അഹമ്മദാബാദ് മിൽ സമരം 1918. അതായത് ഗാന്ധി നേതൃത്വത്തിൽ നടന്ന ആദ്യ നിരാഹാര സമരം. ഇതാദ്യ സത്യാഗ്രഹമാണ് 17 ചമ്പാരൻ. നിരാഹാര സമരമാണ് അഹമ്മദാബാദ് മിൽ സമരം അല്ലേ. കോട്ടൺ തുണിമില്ലിൻ്റെ സമരം. അഹമ്മദാബാദ് മിൽ സമരം തുണിമില്ലിൻ്റെ സമരമാണ് അഹമ്മദാബാദ് മിൽ സമരം. അതായത് അവിടുത്തെ മിൽ ഉടമകളും തൊഴിലാളികളും നടന്ന അഹമ്മദാബാദ് മിൽ സമരം. തൊഴിലാളികളും മില്ലുടമയും കൂടെ നടന്ന സമരമാണെന്ത്? അഹമ്മദാബാദ് മിൽ സമരം. വർഷം ഓർത്തിരിക്കുക, 18 ഓർത്തിരിക്കുക. നെക്സ്റ്റ്, ഖേദ സത്യാഗ്രഹം. ഖേദ സമരം അതും 1918 ഖേദ. അതെന്താണ്? ഗുജറാത്തിലെ കർഷകർ നടത്തിയ സത്യാഗ്രഹം. ഗുജറാത്തിലെ കർഷകർ നടത്തിയ സമരമാണെന്ത്? ഖേദ സത്യാഗ്രഹം. ഗുജറാത്തിലെ കർഷകർ. നെക്സ്റ്റ്, അടുത്ത് നോക്കുക. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല അറിയാം. 1919 ഏപ്രിൽ 13 അല്ലേ. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന സ്ഥലം ഏതാണ്? അമൃത്സർ, പഞ്ചാബിൽ അല്ലേ. ഈ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായ നിയമം എന്താണ്? റൗലറ്റ് നിയമം. റൗലറ്റ് ആക്ട് ആയിരുന്നു. ഒക്കെ അറിയാവുന്നതാണ്. നെക്സ്റ്റ്, അഖിലേന്ത്യാ ഖിലാഫത്ത് കോൺഗ്രസ് 1919.
ഈ ഖിലാഫത്ത് കോൺഗ്രസിൻ്റെ സ്ഥാപകർ ആരൊക്കെയാണ്? ഒന്ന് മുഹമ്മദ് അലി, ഷൗക്കത്ത് അലി, മൗലാന അബ്ദുൽ കലാം ആസാദ്. മുഹമ്മദ് അലി, ഷൗക്കത്ത് അലി, മൗലാന അബ്ദുൽ കലാം ആസാദ് എന്നിവരാണ് ഖിലാഫത്ത് പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകർ. ഇത് പറയാൻ കാരണമുണ്ട്, ഒരാളാണ് അല്ലേ. ഇതിന് ഓൾ ഇന്ത്യ ഖിലാഫത്ത് കമ്മിറ്റിയുടെ പ്രസിഡൻ്റ് ആരാണ്? മഹാത്മാഗാന്ധി. അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത്. ഓൾ ഇന്ത്യ ഖിലാഫത്ത് കമ്മിറ്റിയുടെ പ്രസിഡൻ്റ് ആരായിരുന്നു? മഹാത്മാഗാന്ധിയാണ്. ഇനി ഈ 19 വർഷം വേറൊന്നുകൂടിയുണ്ട്. അതാണ് മൊണ്ടേഗു ചെംസ്ഫോർഡ് ഭരണപരിഷ്കാരം. മൊണ്ടേഗു ചെംസ്ഫോർഡ് ഭരണപരിഷ്കാരം 19 അല്ലേ. ഇത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1919 എന്നും പറയാറുണ്ട്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1919 എന്നും അറിയപ്പെടുന്നുണ്ട്. ഇപ്പോൾ മൊണ്ടേഗു ചെംസ്ഫോർഡ് ഭരണപരിഷ്കാരം എന്താണ്? മൊണ്ടേഗു ചെംസ്ഫോർഡ് എന്താണ്? പ്രവിശ്യകളിൽ ദ്വിഭരണം ഏർപ്പെടുത്തിയ ഭരണപരിഷ്കാരമാണെന്ത്? പ്രവിശ്യകളിൽ ദ്വിഭരണം ഏർപ്പെടുത്തിയ ഭരണപരിഷ്കാരമാണെന്ത്? മൊണ്ടേഗു ചെംസ്ഫോർഡ് ഭരണപരിഷ്കാരം. ഇന്ത്യയിൽ ദ്വിമണ്ഡല സമ്പ്രദായം ആരംഭിച്ചത് മൊണ്ടേഗു ചെംസ് ഭരണപരിഷ്കാരത്തിലാണ്. ഇന്ത്യയിൽ ദ്വിമണ്ഡല സമ്പ്രദായം ആരംഭിച്ചത് മൊണ്ടേഗു ചെംസ്ഫോർഡ് ഭരണപരിഷ്കാരത്തിലൂടെയാണ്. ഓക്കെ, അടുത്തത് സമരം കേരള ചരിത്രത്തിലെയാണ്. ഒരെണ്ണ സമരം 1958 ഒരെണ്ണ സമരം ജില്ല നടന്നത് ഇവിടെയാണത്. ആലപ്പുഴ ജില്ലയിലാണ് ഒരെണ്ണ സമരം നടക്കുക. നേതൃത്വം കൊടുത്ത ആരൊക്കെയാണ്? വയലാർ രവി, AK ആൻ്റണിയുമാണ്. നെക്സ്റ്റ് അമരാവതി സമരങ്ങളാണ് 1961 നടന്നത്. നേതൃത്വം കൊടുക്കുന്ന ആരാണ്? AKG ആണ്. അമരാവതി സമരത്തിന് നേതൃത്വം കൊടുക്കുന്നത് AKG ആണ്. നെക്സ്റ്റ് പ്ലാച്ചിമട സമരം എന്ന് പറയുന്നുണ്ട് അല്ലേ. 2002 പ്ലാച്ചിമട സമരം. അത് നടക്കുന്നത് ജില്ല, അത് നടക്കുന്നത് എവിടെയാണത്? പ്ലാച്ചിമട സമരം എന്ന് പറയുമ്പോൾ അത് പാലക്കാട് ജില്ലയാണ്. സമരനായിക ആര് തന്നെയാണ്? മൈലമ്മയാണ് അതിൻ്റെ പ്ലാച്ചിമട സമരം കൊള്ളയുടെ ശീതളപാനീയത്തിൻ്റെ നിർമ്മാണ യൂണിറ്റിൻ്റെ പ്രവർത്തനം പ്രദേശ ജലസ്രോതസ്സുകളെ ബാധിക്കുന്നത് പറഞ്ഞിട്ട് നടത്തിയ സമരമാണെന്നല്ലേ. കൊക്കോള ഓർത്തിരുന്നാൽ മതി. പ്ലാച്ചിമട ഓർക്കുമ്പോൾ അത് ഓർത്തിരുന്നാൽ മതി. ജില്ല പാലക്കാട് ജില്ല, പെരുമാട്ടി പഞ്ചായത്ത്. സമരനായിക മൈലമ്മ. എൻ്റെ വർഷം ഏതാണ്? പ്ലാച്ചിമട സമരം വർഷം 2002 വർഷം അല്ലേ. ആ ഫാക്ടറി അടച്ചുപൂട്ടിയ വർഷം എന്നാണ് 2004 ഫാക്ടറി അടച്ചുപൂട്ടുകയും ചെയ്തു 2004. അപ്പം ഒരെണ്ണ സമരം 1958, അമരാവതി സമരം 1961 അല്ലേ. ഒരെണ്ണ സമരം എന്ന് പറയുമ്പോൾ അത് ഒരെണ്ണം എന്ന് വെച്ചാൽ 6 പൈസ, അതായത് ബോട്ട് കൂലി പൈസയെ വർദ്ധിപ്പിച്ചുകൊണ്ട് EMS സർക്കാരിൻ്റെ നടപടിക്കെതിരെ നടന്ന സമരമായിരുന്നു. ബോട്ട് കൂലി വർദ്ധിപ്പിച്ചപ്പോൾ ഒരെണ്ണയായിരുന്നു 6 പൈസ, അത് വർദ്ധിപ്പിച്ചതിനെതിരെയാണ് സമരമാണെന്ത് അത്. ജില്ല ഏത് ജില്ലയാണത്? ആലപ്പുഴ ജില്ല. ഓർക്കുക, ആലപ്പുഴ ജില്ല ഒരെണ്ണ സമരം ആലപ്പുഴ ജില്ല ഓർക്കുക. അമരാവതി നേതൃത്വം കൊടുത്ത AKG തന്നെ. നെക്സ്റ്റ് മുത്തങ്ങ സമരം എന്ന് പറയുമ്പോൾ അതെന്താണത്? വർഷം 2003 അല്ലേ. 2003 വർഷം. നോക്കണ്ട, 2003 വർഷം. അപ്പോൾ ഇവിടെ ഭൂരഹിതരായ ആദിവാസികൾക്ക് ഭൂമി നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നടന്ന സമരമാണത് മുത്തങ്ങ സമരം. വയനാട്ടിലെ മുത്തങ്ങ അല്ലേ. ഭൂരഹിതരായ ആദിവാസികൾക്ക് ഭൂമി നൽകണമെന്ന് ആവശ്യപ്പെട്ട് നടത്തിയ സമരം മുത്തങ്ങ സമരം. വയനാട് ജില്ലയാണത് നടക്കുന്നത് അല്ലേ. വർഷം 2003. നേതൃത്വം കൊടുത്ത ആരാണ്? CK ജാനുവാണ് നേതൃത്വം കൊടുക്കുക. ഭൂരഹിതരായ ആദിവാസികൾക്ക് ഭൂമി കൊടുക്കണം എന്നുള്ളതായിരുന്നു അവരുടെ ആവശ്യം. ഓക്കെ, നെക്സ്റ്റ് ചെങ്ങറ ഭൂസമരം 2007 ഓഗസ്റ്റ് 4. ജില്ല പത്തനംതിട്ട ജില്ലയിൽ നടന്ന സമരമായിരുന്നു. നേതാവ് ലാഹ ഗോപാൽ എന്ന് പറയുന്ന ആളാണ്. ഇനി എന്താ അതിൻ്റെ പ്രത്യേകത? ഭൂമിയും പാർപ്പിടവും ആവശ്യപ്പെട്ടുകൊണ്ട് ചെങ്ങറയിലെ ആദിവാസികൾ നടത്തിയ സമരമാണെന്ത്? ഈ ചെങ്ങറ സമരം. ഭൂമിയും പാർപ്പിടവും ആവശ്യപ്പെട്ട് നടത്തിയതാണ് ചെങ്ങറ സമരം അല്ലേ. അപ്പോൾ ഇതിന് വേറൊരു പേരുണ്ട്, ഇതിൻ്റെ അല്ല വേറൊന്നാണ് നിൽപ്പ് സമരം. ചെങ്ങറയുള്ളത് നിൽപ്പ് സമരം എന്ന് പറഞ്ഞാൽ 2014 നടന്നതാണ് നിൽപ്പ് സമരം. അതായത് ആദിവാസി ഗോത്ര മഹാസഭയുടെ നേതൃത്വത്തിൽ നടന്ന സമരമാണെന്ത്? ആദിവാസി ഗോത്ര മഹാസഭ അവർ നടത്തിയ സമരമാണെന്ത്? നിൽപ്പ് സമരം എന്ന് പറഞ്ഞാൽ അത് 2014. അപ്പോൾ ചെങ്ങറ 2007 ഓഗസ്റ്റ് 4 നടക്കുക. ഓക്കെ, നവോത്ഥാനം കുറച്ച് പോയിൻറ്റ്സാണ്. SNDP യോഗം 1903 മെയ് 15 ആരംഭിച്ചു. അറിയാം, അതിൻ്റെ ആസ്ഥാനം കൊല്ലമാണ്. ശ്രീനാരായണ ഗുരുവാണത് നടത്തുക അല്ലേ. NSS എന്ന് പറയുമ്പോൾ നായർ സർവീസ് സൊസൈറ്റി 1914 ഒക്ടോബർ 31 വന്നേക്കുന്നത്. നായർ സമുദായത്തിൻ്റെ ഉന്നമനമാണ് ലക്ഷ്യമിട്ടേക്കുന്നത്, അറിയാമല്ലോ. ആസ്ഥാനം പെരുന്നയാണ്. സെക്രട്ടറി മന്ദപത്മനാഭനാണ്, അത് പ്രസിഡന്റ് K കേളപ്പൻ. നെക്സ്റ്റ് വരുന്നത് സാധുജന പരിപാലന സംഘം. അതിൻ്റെ വർഷം 1907 വർഷം പഠിച്ചു വെക്കുക. സ്ഥാപകൻ അയ്യങ്കാളി. മുഖപത്രം സാധുജന പരിപാലനി എന്നാണ്. അടുത്തത്
ആത്മവിദ്യാസംഘം 1917 ആരംഭിച്ചിട്ടുള്ളത്. സ്ഥാപകൻ വാഗ്ഭടാനന്ദൻ. മുഖപത്രം അതിൻ്റെത് അഭിനവ കേരളം എന്നാണ്. നെക്സ്റ്റ് വൺ, പ്രത്യക്ഷ രക്ഷാ ദൈവസഭ 1909 സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിൻ്റെ ദളിതരുടെ മോചനം ആയിരുന്നു അതിനെ സംബന്ധിച്ചായിരുന്നു. പ്രത്യക്ഷ രക്ഷാ ദൈവസഭ എന്ന് പറയുമ്പോൾ അത് ദളിതരാണ് ഇവിടുത്തെ, അവരുടെ മോചനമാണ് അതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. അതിൻ്റെ ആസ്ഥാനം ഇരവിപേരൂരാണ്. രക്ഷാധികാരി കുമാരഗുരുദേവ് അല്ലേ. അപ്പോൾ ചോദിക്കുന്ന എപ്പോഴും പ്രത്യക്ഷ രക്ഷാ ദൈവസഭ എന്ന് പറയുമ്പോൾ അതാരാണ്? കുമാരഗുരുദേവൻ എന്നാണ് നമ്മൾ ശരി പിടിച്ചെടുക്കുക. അപ്പോൾ ദളിതരുടെ ഉന്നമനമാണ് അവിടെ ലക്ഷ്യമിട്ടുകൊണ്ടെന്ന് ഓർത്തിരിക്കുക. ഇനി അടുത്ത് എപ്പോഴും ചോദിക്കുന്നത് എന്താണ്? സമത്വ സമാജം വർഷം 1936. സമത്വ സമാജത്തിൻ്റെ ആരാണ്? വൈകുണ്ഠസ്വാമികളാണ് സമത്വ സമാജം. സനാതനധർമ്മ വിദ്യാർത്ഥി സംഘം സ്ഥാപിച്ചാരാണ്? ആഗമാനന്ദ സ്വാമികളാണ്. സനാതനധർമ്മ വിദ്യാർത്ഥി സംഘം ആഗമാനന്ദ സ്വാമി. വേറൊരെണ്ണം വിദ്യാഭൂഷണി സംഘടനയുടെ ആരാണത്? സഹോദരൻ അയ്യപ്പൻ. വിദ്യാഭൂഷണി സംഘടന സഹോദരൻ അയ്യപ്പൻ. മറ്റൊന്നുണ്ട്, സ്ത്രീ വിദ്യാഭൂഷണി കൃതി എന്ന് പറയുന്നത് എന്താണ്? ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. സ്ത്രീ വിദ്യാഭൂഷണി കൃതി ആരാണ്? ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. ഇന്ത്യയിലെ വിപ്ലവ പ്രസ്ഥാനങ്ങളെക്കുറിച്ചാണ്. അനുശീലൻ സമിതി വരുന്ന ഡേറ്റ് എന്നാണ്? 1902 ഇന്ത്യൻ ഹോം റൂൾ സൊസൈറ്റി 1905. നവജവാൻ ഭാരത് സഭ 1926. അലിപ്പൂർ ഗൂഢാലോചന കേസ് 1905. തിരുനെൽവേലി ഗൂഢാലോചന കേസ് 1911. വർഷങ്ങളാണ് നമുക്ക് പഠിച്ചിരിക്കുക. കാക്കോരി ട്രെയിൻ കവർച്ച 1925 ഓഗസ്റ്റ് 9. ഓക്കെ. ലാഹോർ ഗൂഢാലോചന കേസ് 1928. എപ്പോഴും ചോദിക്കുന്ന ഒന്നല്ല. ചിറ്റഗോങ് ആർമറി റെയ്ഡ് 1930. ഇനിയുള്ളത് ആദ്യകാല പ്രക്ഷോഭങ്ങൾ. ഇന്ത്യ ചരിത്രത്തിലെ ആദ്യകാല പ്രക്ഷോഭങ്ങളാണ്. ഇതൊക്കെ നോക്കാം. സന്യാസി ലഹള എന്ന 1770കളിലാണ് 1920 വരെ ആരംഭിച്ചു അല്ലേ. പ്രദേശം സന്യാസി ലഹള ഉള്ള പ്രദേശം ഏതായിരുന്നു? ബംഗാളാണ് അല്ലേ. ബംഗാൾ, ബീഹാർ, ഒഡീഷയാണ് അല്ലേ. ആനന്ദമഠം എന്ന നോവലിനെ ബസ്ഫിതമാക്കിയാണ് സന്യാസി ലഹള അല്ലേ. ഒക്കെ എപ്പോഴും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണത്. കിട്ടൂർ പ്രക്ഷോഭം എന്താണ്? കിട്ടൂർ സ്ഥലത്താണ് നേതാവ് ചിന്നയ്യയും രാമപ്പയുമാണ്. ഇൻഡിഗോ കലാപം നമുക്കറിയാം. ഇൻഡിഗോ മഷി അല്ലേ. ബംഗാളാണ്. നേതാക്കൾ ദിഗംബറും വിഷ്ണുവുമാണ്. നെക്സ്റ്റ് വരുന്നത് തേഭാഗ പ്രക്ഷോഭം. നേതാവ് ഭവാനി സെൻ. നിങ്ങൾക്ക് വർഷമൊക്കെ അറിയാം. നേതാവ് ഭവാനി സെൻ ആണ്. അടുത്തത് നോക്കാം. അടുത്തത് ഇന്ത്യൻ ധനോത്തരശാസ്ത്ര ചരിത്രമാണ്. കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവ് ആരാണ്? നിങ്ങൾക്കറിയാവുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെയാണ്. ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവ് ആരാണ്? ദാദാഭായ് നവറോജി അല്ലേ. സാമ്പത്തിക ചോർ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആരാണ്? ദാദാഭായ് നവറോജിയാണ്. അടുത്തത് ഇന്ത്യയിൽ ദേശീയ വരുമാനം കണക്കാക്കിയത് ആര് തന്നെയാണ്? ദാദാഭായ് നവറോജിയാണ്. മസ്താർ, ഗോഫ്താർ എന്ന ദൈവാരിൽ പത്രവാധിപർ ആര് തന്നെയായിരുന്നു? ദാദാഭായ് നവറോജി. വോയിസ് ഓഫ് ഇന്ത്യ എന്ന ഗ്രന്ഥം ആര് തന്നെയാണ്? ദാദാഭായ് നവറോജി. ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയ്ക്കും ധാർമ്മിക മൂല്യത്തിനും പ്രാധാന്യം നൽകിയതാരായിരുന്നു? ഗാന്ധിജിയാണ്. ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയ്ക്കും ധാർമ്മിക മൂല്യം ഗാന്ധിജി. ഞാനിത് ദാദാഭായ് നവറോജിയെ പഠിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ്. എന്തൊക്കെയാണെന്ന് ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്ര പിതാവ് ദാദാഭായ് നവറോജിയാണ്. സാമ്പത്തിക സിദ്ധാന്തം എപ്പോഴും ചോദിക്കും. സിദ്ധാന്തം ചോർച്ച വരുമ്പോൾ ദാദാഭായ് നവറോജി ചോർച്ച വരുമ്പോൾ പഠിക്കുന്ന എപ്പോഴും. ഇനി ഇന്ത്യയിൽ ദേശീയ വരുമാനം കണക്കാക്കുന്നത് അദ്ദേഹമാണ്. മസ്താൻ, ഗോഫ്താർ, ദൈവാരിക, വോയിസ് ഓഫ് ഇന്ത്യ പത്രം, ഇതൊക്കെ ആരാണ്? ദാദാഭായ് നവറോജി പഠിക്കുമ്പോൾ കിട്ടാം അല്ലേ. ഗാന്ധിജി എന്ന് പറയുമ്പോൾ ആ സാമ്പത്തികം ഓർക്കുമ്പോൾ ഗാന്ധിജിയെ പഠിക്കാൻ നമുക്ക് എന്തൊക്കെ പ്രേരിപ്പിക്കാം? ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയ്ക്കും ധാർമ്മിക മൂല്യത്തിനും പ്രാധാന്യം കൊടുത്തത് ഗാന്ധിജിയാണ്. മറ്റൊരു പോയിന്റ്സ് വരുന്നുണ്ട്. ട്രസ്റ്റിഷിപ്പ് എന്ന ആശയത്തിൻ്റെ പ്രജ്ഞാതാവ് ആര് തന്നെയാണ്? ഗാന്ധിജിയാണ്. ഈ രണ്ട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ്. അടുത്തത് സത്യത്തിലും അഹിംസയിലും അധിഷ്ഠിതമായ ഒരു സമ്പദ് വ്യവസ്ഥയ്ക്ക് പറഞ്ഞ പേരെന്താ? ട്രസ്റ്റിഷിപ്പാണ്. സത്യത്തിൽ അഹിംസയിലും അധിഷ്ഠിതമായ സമ്പദ് വ്യവസ്ഥയ്ക്ക് പറഞ്ഞ പേരാണെന്ത്? ട്രസ്റ്റിഷിപ്പ് എന്ന് പറയാം. അടുത്തത് ഇന്ത്യൻ സമ്പദ്ഘടനയെ കുറിച്ചുള്ളതാണ്. അതായത് ദേശീയ വരുമാന കമ്മിറ്റി രൂപീകൃത വർഷം അതാണ്. ദേശീയ വരുമാന കമ്മിറ്റി 1949 ഓഗസ്റ്റ് 4 അല്ലേ. 47 സ്വാതന്ത്ര്യം കിട്ടുന്നു. ദേശീയ വരുമാന കമ്മിറ്റി ഇന്ത്യൻ സമ്പദ്ഘടനയുടെ കാര്യത്തിൽ പറഞ്ഞാൽ നമുക്ക് എന്നാ ഡേറ്റ് പറയാൻ പറ്റുക? 49 ഓഗസ്റ്റ് 4 അല്ലേ. അത് നേതൃത്വം കൊടുത്ത വ്യക്തി ആരാണ്? PC മഹലനോബിസ് ആണ്. ദേശീയ വരുമാന കമ്മിറ്റി നേതൃത്വം കൊടുത്തത് PC മഹലനോബിസ് അല്ലേ. ഇനി PC മഹലനോബിസിനെ പറ്റി പറയുമ്പോൾ അദ്ദേഹത്തെ എന്തൊക്കെ പറയാം? ദേശീയ വരുമാന കമ്മിറ്റിയുടെ ചെയർമാൻ ആയിരുന്നു PC മഹലനോബിസ്. PC മഹലനോബിസ് ദേശീയ വരുമാന കമ്മിറ്റിയുടെ
ചെയർമാനാണ്. ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ പിതാവാണ് ഇദ്ദേഹം PC മഹലനോബിസ് എന്ന് പറഞ്ഞാൽ. ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ സ്ഥാപകനും ആരാണ്? PC മഹലനോബിസാണ്. സംഖ്യ എന്ന ജേണൽ ആരംഭിച്ചത് ആരാണ്? PC മഹലനോബിസാണ്. ദേശീയ വരുമാന കമ്മിറ്റിയുടെ ചെയർമാൻ, ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ പിതാവാണ്, ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ സ്ഥാപകനാണ്. സംഖ്യ എന്ന ജേണൽ ആരംഭിക്കുന്നതും PC മഹലനോബിസ് ആണ് അല്ലേ. ഇനി പഞ്ചവത്സര പദ്ധതിയെക്കുറിച്ചുകൂടി ഒന്ന് നോക്കിയേക്കാം അല്ലേ. എൻ്റെ കൂടെ ഉള്ളതാണല്ലേ, ടൈപ്പ് ചെയ്യുമ്പോൾ കുഴഞ്ഞു മറിഞ്ഞ് പോകുന്നുണ്ട്. ഓക്കെ, താങ്ക് യു. ഇനി സ്റ്റാറ്റിസ്റ്റിക്സ് ദിനം ഏതാണ്? അത് ജൂൺ 29 കേട്ടോ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സി യു അഗെയിൻ. അങ്ങോട്ട് നിർത്താൻ ഞാൻ